ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 343. 63ാമത്തെ ഉപനിഷത്തായിട്ട് നമ്മൾ ചാന്തോകോപനിഷത്താണ് നോക്കുന്നത്. അതിൻ്റെ അധ്യായം 1 അധ്യായം 2 10ാമത്തെ മന്ത്രമാണ്, 10ാമത്തെ ഖണ്ഡമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞതിൻ്റെ കഴിഞ്ഞതിൻ്റെ 7ആയിട്ട് തിരിച്ചിരിക്കുന്നുണ്ടല്ലോ. സൂര്യനെ 7ആയിട്ട് തിരിച്ചിട്ട് ലോകത്തിൻ്റെ കാര്യങ്ങളെല്ലാം ആ 7ലൂടെ കാണാൻ പറയുകയാണ്, അതിനെ സോമമായി കണ്ടുകൊണ്ട്. ആ 7നെ ഒന്നുകൂടിയും പരിചയപ്പെടുത്തി തരികയാണ് ഇവിടെ. അങ്ങനെ 7ആയി തിരിച്ചിരിക്കുന്ന ആ 7നെ ഒരു ചെറിയ താരതമ്യ പഠനം നടത്തുകയാണ്. ഓരോന്ന് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് താരതമ്യ പഠനം നടത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്താണ് പറയുന്നതെന്ന് നോക്കാം. ആത്മാവിന് തുല്യവും മൃത്യുവിനെ അതിക്രമിച്ചതുമായ 7 വിധ സാമത്തെ ഉപാസിക്കണം. അത് നേരത്തെ പറഞ്ഞ 7 വിധ സാമങ്ങൾ. അത് ഏതെല്ലാമാണ് 7 വിധ സാമങ്ങൾ? ഹിങ്കാരം, പ്രസ്താവം, ആദി, ഉദ്ഗീതം, പ്രതിഹാരം, ഉപദ്രവം, നിധനം. ഇങ്ങനെ 7 തരത്തിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഇവ തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് ഇവിടെ പറയാൻ പോകുന്നത്. അത് ആദിക്ക് ഹിങ്കാരത്തിന് ഹിം എന്നും, പ്രസ്താവത്തിന് പ്രസ്താവം, പിന്നെ ആദി, പ്രതിഹാരം, പിന്നെയോ ഉദ്ഗീതം, ഉപദ്രവം, നിധനം. ഇങ്ങനെയാണല്ലോ 7ആയി തിരിച്ചിരിക്കുന്നത്. ആ പേരുകളിലെ അക്കങ്ങളുടെ നമ്പറും സംഖ്യയും വെച്ചുകൊണ്ടാണ് ഇവിടെ ഒരു കമ്പാരിസൺ നടത്താൻ പോകുന്നത്, അതിൻ്റെ സ്വഭാവത്തെ. അപ്പോൾ ഹിങ്കാരത്തിന് 3 അക്ഷരമുണ്ട് എന്ന് പറയുകയാണ്. എല്ലാം ഒരു 3ആയിട്ട് സ്റ്റാൻഡേർഡായിട്ട് എടുത്തുകൊണ്ട് ഹിങ്കാരത്തിന് 3 അക്ഷരമുണ്ട്. അതാണ് 3 അക്ഷരമുള്ള ഭക്തിനാമം. അതിന് തൊട്ടടുത്തുള്ള പ്രസ്താവത്തിന് 3 അക്ഷരമുണ്ട്. ഇത് ഹിങ്കാരത്തെ പോലെ തന്നെയാണ്. നേരത്തെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പിലും സൂര്യൻ ഉദിച്ചു വരുന്ന സമയമുള്ളതും. ഹിങ്കാരം എന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, പ്രസ്താവം എന്ന് പറഞ്ഞാൽ സൂര്യൻ വെളിയിൽ തല കാണിക്കുന്ന, മുഴുവൻ വന്നിട്ടില്ല, തല കാണിക്കുന്ന സമയത്ത്. അത് 2ആയിട്ട് കാണുന്നുണ്ടെങ്കിലും 2ൻ്റെ അക്ഷരം 3ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹിങ്കാരത്തിന് 3 അക്ഷരം, പ്രസ്താവത്തിന് 2ാമത്തെ ആണല്ലോ പ്രസ്താവം, പുറത്ത് കാണിക്കുന്നത്, സൂര്യൻ വെളിയിൽ പ്രത്യക്ഷപ്പെടുന്നത്, അത് പ്രസ്താവമാണ്. അതിന് 2നും 3 അക്ഷരമാണ് ഉള്ളത് കൊണ്ട് അത് 2 ഏകദേശം ഒരുപോലെ തന്നെയാണെന്ന് പറയുകയാണ്. സൂര്യൻ ഉദിക്കാൻ പോകുന്നതിനെക്കാട്ടി മുമ്പിലും ഉദിച്ചിട്ട് തല വെളിയിൽ കാണിക്കുന്ന സമയം തമ്മിലും വലിയ വ്യത്യാസമില്ല. അത് മനുഷ്യരെ സ്വാധീനിക്കുന്നത് ഏകദേശം എല്ലാം ഒരുപോലെ തന്നെയാണെന്നാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. അതുകൊണ്ട് 2നും 3 അക്ഷരമാണ്. ഹിങ്കാരത്തിന് 3 അക്ഷരമാണ്, പ്രസ്താവത്തിന് 3 അക്ഷരമാണ്. അതുകൊണ്ട് ഹിങ്കാരം പോലെ തന്നെയാണ് ഏകദേശം പ്രസ്താവ്യം. ഇനി ആദിക്ക് 2 അക്ഷരമാണ്. ആദി ഏതാണ്? അതിൻ്റെ ശേഷം നേരത്തെ പറഞ്ഞത് എന്താണ്? രശ്മികൾ ഒരുമിച്ച് കൂടുന്ന സമയത്തിന്, അതായത് സൂര്യൻ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ രശ്മികളും ഉദിക്കുമ്പോൾ സൂര്യൻ കുറച്ച് ഭാഗമേ പുറത്ത് വരുന്നുള്ളൂ, സൂര്യൻ വെളിയിൽ വന്നിട്ടില്ല. ഉദിച്ചു കഴിഞ്ഞാൽ മുഴുവൻ സൂര്യൻ പുറത്ത് വന്നത്, അതാണ് ആദി. ആദി എന്ന വാക്കിന് 2 അക്ഷരമാണ്. പ്രതിഹാരം എന്ന് പറയുന്നത് ഏതാണ്? നേരത്തെ പറഞ്ഞതിൽ ഉച്ചക്ക് മേൽ വൈകുന്നേരത്തിന് മുമ്പിലുള്ളതാണ് പ്രതിഹാരം. ഉച്ചക്ക് മേൽ വൈകുന്നേരത്തിന് മുമ്പിലുള്ള. അപ്പം ആദ്യം സൂര്യൻ ഉദിച്ചു വരുന്നതും ഉച്ചക്ക് ശേഷം ഉള്ള അതും പ്രതിഹാരവും രണ്ടും ചെറിയ വ്യത്യാസമുണ്ട്. ആദിക്ക് 2 അക്ഷരമാണ്, പ്രതിഹാരത്തിന് 4 അക്ഷരമാണ്. അതുകൊണ്ട് അവയെ നേരത്തേന് സമമാക്കി ആദ്യം ഉള്ളതിനോട് കമ്പയർ ചെയ്യുമ്പോൾ അത് 3ആയിട്ടാണല്ലോ. ഈ പ്രതിഹാരത്തിൽ നിന്ന് 1 എടുത്തിട്ട് മറ്റേതോട് ചേർത്ത് കഴിഞ്ഞാൽ ആദിക്ക് 2ആണ്, പ്രതിഹാരത്തിന് 4ആണ്. അപ്പം 4ൽ നിന്ന് 1 എടുത്താൽ ഇത് 3 ആവും. ഈ 1നെ മറ്റേതോട് കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് 3 ആവും, ആദിയും.
അപ്പോൾ അത് സാമമാകും, സമമായി തീരും. ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഉദിക്കുമ്പോഴുള്ള സൂര്യൻ്റെ ആ പ്രവർത്തനത്തെക്കാട്ടും ശക്തിമത്താണ് ഉച്ചയ്ക്ക് ശേഷമുള്ള ആ സൂര്യൻ. അത് തിരിച്ചാണ് ആക്ട് ചെയ്യുന്നത്, പിടിച്ച് പിന്നോട്ടേക്ക് വലിക്കുകയാണ്. അപ്പൊ അതിൽ നിന്നും ഒന്നെടുത്തിട്ട് ഇപ്പുറത്തേക്ക് ചേർത്താൽ മാത്രമേ അത് സമമായി മാറിയുള്ളൂ. ഒരു കമ്പാരിസൺ ആയിട്ട് ഇവിടെ പറഞ്ഞു കൊണ്ടുപോവുകയാണ്. ജ്യോതിഷത്തിലെ ഒരു കമ്പാരിസൺ ആയിട്ട് ഇതിനെ, ആ സൂര്യന്റെ ശക്തിയെ, ഉദിച്ചു കഴിഞ്ഞ സൂര്യന്റെ ശക്തിയും ഉച്ചയ്ക്ക് ശേഷമുള്ള സൂര്യന്റെ ശക്തിയും നേരെ വിപരീതമാണ്. പക്ഷേ അത് ഉച്ചയ്ക്ക് ശേഷമുള്ളതാണ് കുറച്ചും കൂടി സ്ട്രോങ്. അതിൽ നിന്ന് ഒന്നെടുത്താൽ അക്ഷരത്തിൻ്റെ വ്യത്യാസം വെച്ച് പറയുകയാണ്. ഉദിക്കുക എന്ന് ആദി എന്ന് പറയുന്നത് 2, പ്രതിഹാരം ഉച്ചയ്ക്ക് ശേഷമുള്ള 4 അക്ഷരമുണ്ട്, പ്രതിഹാരം. അപ്പം അതിൽ നിന്ന് ഒന്നെടുത്താൽ 3 ആവും, മറ്റേതെടുത്താൽ അപ്പം ആദ്യത്തേതുമായിട്ട് ഒരു കമ്പാരിസൺ വരും, സമമാകും. ഇനി ഉദ്ഗീതം എന്ന് പറയുന്നത് ഏതാണ്? ഉച്ചക്ക്, നട്ടുച്ചക്കുള്ളത് ഉദ്ഗീതം. ഉപദ്രവം എന്ന് പറയുന്നത് ഏതാണ്? അസ്തമനത്തിന് മുമ്പിലുള്ളത് ഉപദ്രവം. അപ്പം നട്ടുച്ചക്കും അസ്തമനത്തിന് മുമ്പിലുമുള്ളതിൽ എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഉദ്ഗീതത്തിന് 3 ഉപദ്രവം അസ്തമന സമയത്തിന് കുറച്ച് മുമ്പുള്ളത്, അസ്തമിക്കുന്നതിന് കുറച്ച് മുമ്പുള്ളതിന് 4 അക്ഷരമുണ്ട്. ഉദ്ഗീതത്തിന് 3, ഉപദ്രവത്തിന് 4. അപ്പൊ അവ തുല്യമാകണ്ടെങ്കിൽ ഒന്നങ്ങെടുത്ത് മാറ്റിയാൽ മതി. ഈ 4 ഒന്നങ്ങെടുത്ത് കഴിഞ്ഞാൽ ഇത് തുല്യമാകും. അതായത് ഉച്ചക്കുള്ളതിനെക്കാട്ടിയും സ്ട്രോങ് ആണ് അസ്തമിക്കുന്ന സമയത്ത്. ഉച്ചക്ക് നമ്മൾ സ്റ്റേഷനറിയാണ്, സ്റ്റഡിയാണ്. എന്നാൽ വൈകുന്നേരം നേരെ തിരിച്ച് ചലിക്കും. രാവിലെ ഓഫീസിൽ പോവുകയാണെങ്കിൽ വൈകുന്നേരം നേരെ തിരിച്ച് വല്ല ഉല്ലസിക്കാൻ വേണ്ടിയിട്ട് കടപ്പുറത്തോ സിനിമാശാലകളിലോ എല്ലാം പോകും. അപ്പം അത് കുറച്ച് സ്ട്രോങ് ആണ്. അതിൽ നിന്ന് ഒന്നെടുത്ത് കഴിഞ്ഞാൽ ഇത് സമമായി തീരും, അല്ലെങ്കിൽ സമമായി തീരും എന്ന് പറയുകയാണ്. അങ്ങനെ പിന്നെയോ നിധനത്തിന് 3 അക്ഷരം തന്നെയാണുള്ളത്, അത് സമമാണ്. നിധനം എന്നതിന് 3 തന്നെയാണ്. അവസാനം അസ്തമിച്ചു കഴിഞ്ഞാൽ അത് ആ അവസ്ഥയിലേക്കാക്കി. അങ്ങനെ എല്ലാം കൂടി ഇപ്പറഞ്ഞതിൻ്റെ എല്ലാം അക്ഷരങ്ങളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള അക്ഷരങ്ങൾ 22 ഉണ്ട് എന്ന് പറയുകയാണ്. അതായത് ഹിങ്കാരത്തിൽ 3, പ്രസ്താവത്തിൽ 3, ആദിയിൽ 2, പ്രതിഹാരത്തിൽ 4, ഉദ്ഗീതത്തിൽ 3, ഉപദ്രവത്തിൽ 4, നിധനത്തിൽ 3. ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 22 അക്ഷരങ്ങളുണ്ട്. അതിൽ 21 കൊണ്ട് ആദിത്യനെ പ്രാപിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പം സൂര്യനെ 21 കൊണ്ട് ആദിത്യനെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ്റെ കൺട്രോളിലാണ് നമ്മൾ ഭൗതികവാദികളെല്ലാം ജീവിക്കുന്നത്. അത് ഈ 21 ബന്ധപ്പെട്ട് കിടക്കുകയാണ്. 22ാമത്തേതിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആദിത്യനെയും കടന്നിട്ട് അപ്പുറത്തേക്ക് പോകാം. അതായത് ഈ ഭൗതിക ലോകവും ആകെ 22 അപ്പം 21 നമ്മളെ ഭൂരിപക്ഷം ജനങ്ങളെയും കൺട്രോൾ ചെയ്തു പോവുകയാണ്. നമ്മളെല്ലാം ഭൗതികവാദികളാണ്. ആകെ സൂര്യൻ 22 സ്ഥാനങ്ങളുണ്ട്, 22 തരത്തിൽ ഉണ്ട്, 22 സംഖ്യകളുണ്ട്. അപ്പം ആ 22ൽ 21 സൂര്യൻ്റെ പ്രത്യേക സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ നമ്മളെ ആ ചലനമനുസരിച്ച്, മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുകയാണ്. അതായത് നമ്മൾ ഭൗതികവാദികളാണ്. അപ്പം 22ൽ 21 ഭൗതികവാദികൾക്കുള്ളതാക്കി മാറ്റി, പിന്നെ 1 മാത്രം ഉപാസിച്ചാൽ നമുക്ക് ഇതിൽ നിന്നെല്ലാം വേർപെട്ടിട്ട് സൂര്യൻ്റെ അപ്പുറത്തേക്ക് പോകാം. സൂര്യനെയും മറികടന്നുകൊണ്ട് ഈ ഭൗതിക ലോകവും വിട്ടുകൊണ്ട് അപ്പുറത്തേക്ക് ഉയരാം. ആദിത്യനും അപ്പുറത്തും എന്താണ്? സുഖമാണ്, അവിടെ ദുഃഖമില്ല. അപ്പം 21ൽ പെട്ട് ഉഴലുകയാണെങ്കിൽ നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ഉഴലുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക.
നേരെ മറിച്ച് ഒരു സ്ഥാനമാണുള്ളത്. ആകെ 22-ൽ 21 അങ്ങനെയാണ്. പിന്നെ ഒന്ന് മാത്രമാണ് സൂര്യൻ അപ്പുറത്ത് കടക്കാനുള്ളത്. അത് സുഖമാണ്, അവിടെ ദുഃഖമില്ല. അതായത് 22 പേരുണ്ടെങ്കിൽ 21 ഭൗതികത്തിൽ 21 പോയിന്റ് ഉണ്ടെങ്കിൽ 21 ഭൗതിക ലോകത്തിൽ സൂര്യൻ്റെ കൺട്രോളിൽ ഇങ്ങനെ സൂര്യൻ മാറുന്നതനുസരിച്ച് നമ്മളും കർമ്മത്തിൽ ബന്ധിക്കപ്പെട്ടുകൊണ്ട് മുന്നോട്ടേക്ക് പോകണം. ഒന്ന് മാത്രമേ നമുക്ക് അതിനെ മറികടന്ന് അപ്പുറത്തേക്ക് പോകാനുള്ള, അതായത് ബ്രഹ്മസാക്ഷാത്കാരത്തിന് ഈ സൂര്യൻ്റെ പരിധിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വകുപ്പ് ഉള്ളൂ. ഇപ്രകാരം അറിഞ്ഞിട്ട് മൃത്യുവിനെ കടക്കുന്നവൻ, ഇപ്രകാരം അറിഞ്ഞിട്ട് മൃത്യുവിനെ മറികടക്കുന്നവൻ, അങ്ങനെ സാമത്തെ ഉപാസിക്കുന്നവൻ ആദിത്യൻ്റെ ജയത്തിൽ നിന്നും അപ്പുറമായ ജയം പ്രാപിക്കുന്നവനാണ്. സൂര്യനെയും ജയിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോകുന്നവനായിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരാള് ഉപാസിക്കുന്നുണ്ടെങ്കിൽ അവന് സൂര്യനെയും മറികടന്നുകൊണ്ട്, അതായത് ഈ ഭൗതിക ലോകം വിട്ടുകൊണ്ട് അപ്പുറത്തെ ലോകത്തിലേക്ക് ജയം നേടിയിട്ട് പോകാൻ പറ്റും. പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്രയാണ്. സൂര്യൻ്റെ പൊസിഷൻ്റെ അനുസരിച്ചാണ് നമ്മൾ കർമ്മങ്ങളിൽ ബന്ധിക്കപ്പെടുന്നത്. പിന്നെ അതിൻ്റെ പറയുന്നതനുസരിച്ച് കർമ്മം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതിൽ 22 അക്കങ്ങൾ പറഞ്ഞുകൊണ്ട് അതിൽ ഒന്നിൽ മാത്രമാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയുള്ളത്. ഇങ്ങനെ ആരെങ്കിലും ആ തരത്തിൽ ഉപാസിച്ചുകൊണ്ട് ആ സത്യം മനസ്സിലാക്കി ഉപാസിച്ചു കഴിഞ്ഞാൽ അവന് സൂര്യൻ്റെ, പിന്നെ അവനെ കർമ്മത്തിലൊന്നും പ്രേരിപ്പിക്കില്ല. അവൻ ഇതിൽ നിന്നെല്ലാം വേർപെട്ട് അവൻ സ്വതന്ത്രനായിട്ട് ബ്രഹ്മസാക്ഷാത്കാരം നേടും. കുറച്ച് ചിന്തിച്ചിട്ട് മനസ്സിലാക്കുക. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലെല്ലാം വ്യാഖ്യാനം നൽകുന്നത്. എല്ലാം പലതരത്തിൽ നമുക്ക് പറഞ്ഞു തരികയാണ് ബ്രഹ്മസാക്ഷാത്കാരം എങ്ങനെയാണ് നേടാൻ പറ്റുക. നമ്മളെല്ലാം സൂര്യൻ്റെ പരിധിയിൽ പെട്ട് കിടക്കുകയാണ്. അതിൽ മറികടക്കുക വളരെ കുറച്ച് പേർക്കേ പറ്റുകയുള്ളൂ.